ഒരു ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റിന് ഇത്ര എക്സൈറ്റ്മെന്റോ? ജെൻ ഡോബ്രെ ഗൈസ്, നമ്മൾ കഴിഞ്ഞ തവണ എടുത്ത നമ്മുടെ MRI റിപ്പോർട്ട് ഡോക്ടറെ കൊണ്ട് കാണിക്കാനുള്ള സമയമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ എന്റെ ഈ എൻഡോക്രൈനോളജിസ്റ്റിനെ കാണാൻ എനിക്ക് എന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് 10 മിനിറ്റ് കഷ്ടി നടന്നാൽ മതി. ഞാൻ ആ ഒരു ഫെസിലിറ്റിയിൽ 3 വർഷമായിട്ട് പോയി ആണെന്ന് തോന്നുന്നു. അവർ ആ ഫെസിലിറ്റിയെ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് എന്താ ഇപ്പൊ ഒരു 20 തൊട്ട് 30 മിനിറ്റ് ട്രാവല് യാത്ര ചെയ്താണ് നമ്മൾ ഈ ഡോക്ടറിനെ കാണാൻ പോകുന്നത്. അതിലിപ്പോ എനിക്ക് പരാതിയൊന്നുമില്ല, കാരണം ഇന്നേ ദിവസമാണ് ഞാൻ എന്റെ ഇന്ത്യൻ ഗ്രോസറി ഒക്കെ സ്റ്റോക്ക് ചെയ്തത്. ഇതിപ്പോ ഡോക്ടറിനെ കാണാൻ പോകുന്നുള്ള വെറും ഒരു എക്സ്ക്യൂസ് മാത്രമാണ് എനിക്ക് ഇന്ത്യൻ സ്റ്റോറിൽ പോയത്. മുൻപ് ഞാനത് ഓൺലൈനാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 2-3 ദിവസമൊക്കെ ഇരുന്ന് വാർസോയിൽ അത് പച്ചക്കറി എത്തുമ്പോൾ ഏകദേശം ചളക്കോ പൊളക്കോ ഒരു പരുവാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഡയറക്റ്റ്ലി സ്റ്റോറിൽ വാക്കിൻ ചെയ്താൽ മേടിക്കുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സ്റ്റോറിലോട്ടാണ്, ഇന്ത്യൻ ബസാർ. ഇതിനകത്ത് കയറുമ്പോൾ ഒരു വേറെ ലോകത്തെത്തിയ ഒരു ഫീലാണ്. നമ്മളെ വീട്ടുകാരെ ഒഴിച്ച് നമുക്ക് ബാക്കി എല്ലാ സാധനം കിട്ടും. ആൻഡ് ആസ് എ മലയാളി ഞാൻ ഏറ്റവും ആദ്യം പോയി നിൽക്കുന്നത് ഈ ഒരു ഫ്രീസറിന്റെ ഫ്രണ്ടിലാണ്. നമ്മുടെ ഈ മാസത്തെ ഫ്രോസൺ പൊറോട്ടയുടെ സ്റ്റോക്ക് അങ്ങോട്ട് റീസ്റ്റോക്ക് ചെയ്യാൻ ഞാൻ വന്നൊരു ടൈം വെച്ച് കമ്പയർ ചെയ്ത് ഇപ്പൊ ഇവിടുത്തെ എല്ലാ ഇന്ത്യൻ സ്റ്റോറിലും ഒട്ടുമിക്ക നമ്മുടെ നാട്ടിലത്തെ സാധനങ്ങൾ. പിന്നെ റേറ്റ് അതിനനുസരിച്ച് കൊടുക്കണേ. അവിടെ നേരെ ഞാൻ തൊട്ടപ്പുറത്തെ റൂമിൽ നമ്മുടെ വെജിറ്റബിൾ സെക്ഷനിലോട്ടാണ് വരുന്നത്. ബേസിക്കലി ഈ ഒരു സെക്ഷനിൽ നിന്ന് ഞാൻ വെറും പച്ചമുളകും ചെറിയുള്ളിയും മല്ലിയില പുതിനയില മാത്രമേ എടുക്കാറുള്ളൂ. വല്ലപ്പോഴും കൂടി കപ്പ. അതാ നോക്കൂ, നല്ല പാവയ്ക്ക, വെള്ളരിക്ക, അമരപ്പയറ്, വെണ്ടയ്ക്ക, എന്തിന് വാഴക്കവും പോലും. ഇതൊക്കെ ഇവിടുത്തെ നോർമൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടൂല. ഇതെല്ലാം മേടിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വരണം. നമ്മുടെ സ്നാക്സിന്റെ സെക്ഷൻ അങ്ങോട്ട് പോയാൽ എനിക്ക് കൺട്രോളേ കിട്ടാറില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ബനാന ചിപ്സ് ആയിട്ട് കഴിക്കുന്നതല്ലേ നല്ലത്? എന്തിനാണ് ഇതിന്റെ ഇത്രയും ഫ്ലേവേഴ്സ്? ആരും അങ്ങനെ മേടിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അതെടുത്ത് സെയിൽ സെക്ഷനിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാനിവിടെ വരുന്നത് ഉഴുന്നിന് വേണ്ടിയാണ്. കാരണം എന്റെ വീട്ടിലൊരു ദോശ കുതിനുണ്ട്. അവന് വേണ്ടി എപ്പോ നോക്കിയാലും എനിക്ക് ദോശ പ്രിപ്പയർ ചെയ്യണം. സോ ഉഴുന്ന് നമുക്ക് സ്റ്റോക്ക് ചെയ്യാം. പിന്നെ കൂട്ടത്തിൽ അല്ലറ ചില്ലറ വേറെ കുറെ സാധനങ്ങളൊക്കെ എടുത്ത് ഒരു നീണ്ട ബില്ലും മേടിച്ച് നമുക്ക് ഇനി വീട്ടിലോട്ട് പോകാം. എന്തായാലും ഇന്നിറങ്ങിയ എല്ലാ കലാപരിപാടികളും തീർന്നിരിക്കുന്നു. ഉടനെ തന്നെ നാട്ടിലോട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണം. സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങി.